കടക്കൽ MG പബ്ലിക് സ്കൂളിൽ യൂണിവേഴ്സിറ്റി ഫെയർ സംഘടിപ്പിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. 10 മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഭിരുചിയുള്ള കോഴ്സുകൾ ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കാൻ ദിശാബോധം നൽകുന്നതിന്റെ ഭാഗമായാണ് യൂണിവേഴ്സിറ്റി ഫെയർ സംഘടിപ്പിച്ചത്. PLA എന്ന് പറയുന്ന മെറ്റീരിയൽ മെൽറ്റ് ചെയ്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിന് 3 യൂണിറ്റ്സ് ഉണ്ട്, X, Y, Z. ഈ എക്സിലാണ് നമ്മളിപ്പം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ നിബിന് 210 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റായിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ PLA എന്ന് പറയുന്ന മെറ്റീരിയൽ മെൽറ്റായാണ് ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്കൂളിൽ AGPS 2024 എക്സ്പോ നടക്കുകയാണ്. ഇന്ന് 27 യൂണിവേഴ്സിറ്റികളിലെ ഡെലിഗേറ്റ്സ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടുപിടിക്കുവാനും അതുപോലെ അവർക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുവാനുമുള്ള അവസരങ്ങൾ ഇന്നിവിടെയുണ്ട്. 10ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഭിരുചിയുള്ള കോഴ്സുകൾ ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കാൻ ദിശാബോധം നൽകുന്നതിനായിട്ടാണ് യൂണിവേഴ്സിറ്റി ഫെയർ സംഘടിപ്പിച്ചത്. ഏകദേശം 25 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുകയാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. കാരണം ഇന്ന് പലപ്പോഴും കേരളത്തിലെ നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞാൽ ഒക്കുമെങ്കിൽ വിദേശങ്ങളിൽ പോയി പഠിക്കണം എന്ന ആഗ്രഹം പുലർത്തുന്ന നിരവധി കുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളത് ഞാൻ ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ ഫാക്കൽറ്റികൾ ഫെയറിൽ പങ്കെടുത്തു. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറച്ച് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിനെയാണ്. ഇപ്പോൾ 12th കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ഫ്യൂച്ചറിൽ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാവുന്ന കോഴ്സ് ഓപ്ഷൻസ്, അതിൻ്റെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, ജോലി സാധ്യതകൾ, PR പോസിബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫെയറിനോടനുബന്ധിച്ച് നേത്രപരിശോധന, രക്തപരിശോധന ക്യാമ്പുകളും റോബോട്ടിക് എക്സിബിഷനും പുസ്തകമേളയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.